ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു കിഡിലൻ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിന് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒരു കറക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. സ്കൂളിലൊക്കെ നമുക്ക് സ്നാക്സ് കൊടുത്തു വിടാനും ചായക്കൊപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. അതുപോലെ നമ്മൾ സ്ഥിരം സ്നാക്സ് കൊടുത്തു വിടുന്നവർക്ക് അറിയാം, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കേക്ക് വാങ്ങി കൊടുത്തു വിടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് തൊണ്ടയ്ക്കും താപ്പൊട്ടനും കഴിക്കാനും പറ്റൂല. അതുപോലെ അത്രയ്ക്കും ഡ്രൈ ആയിട്ടായിരിക്കും കേക്കൊക്കെ ഉണ്ടാവുക. അതുമല്ല അത്യാവശ്യം നല്ല റേറ്റും കാണും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ 1/2 കപ്പിന് 2 കപ്പ് വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് 1 കപ്പ് മൈദ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ താഴെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് 2 മുട്ട, അതായത് വെള്ള മുട്ട ഉണ്ടല്ലോ കോഴിയുടെ, ആ ഒരു 2 മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര. നല്ല മധുരം അത്യാവശ്യം വേണം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് പൈനാപ്പിളിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പാലൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇൻഗ്രീഡിയൻസും മെഷർമെന്റ്സും കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇനി നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. 6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, അതായത് 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ അതിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കേക്കിനോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പാത്രം ഉണ്ടാവുമല്ലോ ഈ ഒരു ഷേപ്പിലൊക്കെ ഉള്ള, ആ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഓയിലും അതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ സ്ക്വയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ള എയർ ബബിൾസ് ഒക്കെ അപ്പൊ പോയി കിട്ടും. സ്ക്വയറിന് നന്നായിട്ടൊന്ന് കറക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് കറക്കിയതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടി ആണ്. ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇത് നന്നായിട്ട് തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് മൊത്തത്തിൽ ഒന്ന് അതിന്റെ ടോപ്പ് ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പാത്രം, അതായത് ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇത് ജസ്റ്റ് നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതൊന്ന് അതായത് പ്രീഹീറ്റ് ചെയ്ത പാത്രമാണ്. 10 മിനിറ്റോളം നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു കേക്കിന്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു 1 മണിക്കൂറോളം ഈ കേക്ക് ബേക്ക് ആവാനായിട്ട് എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്ക്വയർ കൊണ്ടിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏത് സ്റ്റിക്ക് കൊണ്ടിട്ട് അതൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്, കേക്ക് കുഴിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സെറ്റ് ആയി തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് ഡിമോൾഡ് ചെയ്യണം. കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ വേണ്ടി ഡിമോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങളൊക്കെയുള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എന്നും സ്നാക്സ് വാങ്ങുന്ന ഈ ഒരു ചെലവുകൾ നിങ്ങൾക്ക് വരില്ല. വളരെ ഈസി ആയിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പല രീതിയിലുള്ള കേക്ക്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറന്നു പോകല്ലേ. കുട്ടികൾക്കൊക്കെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ഇനിയും നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.